ഹായ് കൊച്ചുമക്കളെ, ഇന്നത്തെ കഥ ബുദ്ധിമതിയായ ഒരു കാക്കയുടേതാണ്. പണ്ടൊരു വലിയ ആൽമരത്തിൽ ബുദ്ധിമതിയായ ഒരു കാക്ക താമസിച്ചിരുന്നു. കൂടെ കാക്കയുടെ ഭർത്താവും. ദിവസവും കാക്ക ഓരോ മുട്ടയിടും. ഈ മുട്ടകള് ആ കൂട്ടിൽ ഇട്ട ശേഷം കാക്കയും ഭർത്താവും ഇര തേടി പറന്നുപോകും. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോ കാക്കമ്മ കൂട്ടിന്റെ ഉള്ളില് ഇങ്ങനെ നോക്കിയപ്പോ മുട്ടകളൊന്നും കാണാനില്ല. 4 മുട്ടയുണ്ടായിരുന്നു, 4ഉം കാണാനില്ല. കാക്കയ്ക്ക് ഭയങ്കര സങ്കടമായി. അവൾ ഭർത്താവിനോട് കരഞ്ഞു, ഞാന് ഇട്ട മുട്ടകളെയൊക്കെ ആരോ കട്ടോണ്ട് പോയി. നമുക്ക് എങ്ങനെയാണ് ഇനി മക്കളുണ്ടാവുക? കാക്ക കരയാൻ തുടങ്ങി. ഭർത്താവ് ആശ്വസിപ്പിച്ചു, നമുക്ക് കണ്ടുപിടിക്കണം ആരാണ് നമ്മുടെ മുട്ടകളെല്ലാം കട്ടുകൊണ്ടുപോകണത് എന്ന്. പിറ്റേ ദിവസം അവരുടെ ആൽമരത്തിന്റെ തൊട്ടടുത്തുള്ള മരത്തിൽ ഒളിഞ്ഞിരുന്നു അവര് രണ്ടുപേരും. അപ്പോഴാണ് കണ്ടത്, പാമ്പ് ഇങ്ങനെ കേറി അവരുടെ കൂട്ടിലേക്ക് വരുന്നു. ആലിന്റെ താഴെ വലിയൊരു മാളത്തിലാണ് മുട്ടൻ പാമ്പ് താമസിച്ചിരുന്നത്. കേറി വന്ന് ദിവസവും കാക്കമ്മയുടെ മുട്ടകളെല്ലാം കട്ട് തിന്നു. അത് കാക്കയും ഭർത്താവും കണ്ടുപിടിച്ചു. അവൻ കേറി വരുന്നത് കണ്ടു. ഓഹോ, ഇവനാണോ നമ്മുടെ മുട്ടകളെല്ലാം കട്ടു തിന്നുന്നത്? ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ ഒരു ദിവസം കാക്ക അങ്ങനെ ഇര തേടി പറന്നു പോയപ്പോ അവിടെ ഒരു രാജകുമാരി ഒരു കുളത്തിൽ കുളിക്കാൻ വന്നത് കണ്ടു. മനോഹരമായ ഒരു മുത്തുമാല രാജകുമാരി പടവിൽ വെച്ച് കുളത്തിലേക്ക് നീന്താനിറങ്ങി. നീന്തി കുളിക്കുകയാണ്. കാക്ക ഈ മുത്തുമാല കൊത്തി പറന്നു. രാജകുമാരി ഇത് കണ്ടു. അയ്യോ, എന്റെ മുത്തുമാല കാക്ക കൊണ്ടുപോയേ, ആരെങ്കിലും ഓടി വരണേ. രാജകുമാരി ഉറക്കെ നിലവിളിച്ചു. രാജകുമാരിയുടെ നിലവിളി കേട്ടതും ഭടന്മാർ പാഞ്ഞെടുത്തു. മുട്ടൻ വടിയുമായി പാഞ്ഞെടുത്തു. കാക്ക സ്പീഡിൽ പറന്നുപോയി ആൽമരത്തിന്റെ മാളത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഈ മുത്തുമാല ഇട്ടു. പാമ്പ് മെല്ലെ പുറത്തിറങ്ങി. എന്താ അവിടേക്കൊരു ബഹളം? മുട്ടകള് തിന്നാഞ്ഞിട്ട് പാമ്പിന് വിശന്നിട്ട് വയ്യ. ആരെങ്കിലും കിട്ടിയാ തിന്നണ വിശപ്പാണ് പാമ്പിന്. എന്താ കാരണം? കാക്ക അന്ന് മുട്ടയിട്ടിട്ടില്ല. 4 മുട്ടയും തിന്ന് പാമ്പിന് അതൊക്കെ ദഹിച്ചു പോയി. ഇന്ന് മുട്ട കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഈ ബഹളം കേൾക്കുന്നേ. എന്നിട്ട് പതുക്കെ പുറത്തുനിന്ന് നോക്കിയപ്പോ നിറയെ ആളുകള്. അയ്യോ, എന്നെ തല്ലിക്കൊല്ലാനാണല്ലോ ഇവരൊക്കെ വരുന്നത്. പാമ്പ് പത്തി വിടർത്തി ചീറിയെടുത്തു. ഈ തക്കത്തിന് ഭടന്മാരെല്ലാവരും കൂടി പാമ്പിനെ തല്ലിക്കൊന്നു. മുത്തുമാല എടുത്തുകൊണ്ടുപോയി രാജകുമാരിക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോ ഭടന്മാർക്കൊരു കാര്യം മനസ്സിലായി. അയ്യോ, ഈ കാക്ക ഈ ചെയ്തത് എത്ര ബുദ്ധിയോടുകൂടിയാണ്. അതിന്റെ കുട്ടികളെയൊക്കെ ഈ പാമ്പ് തിന്നിട്ടുണ്ടാകും. അതുകൊണ്ടാവും അത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. എന്തായാലും നല്ലൊരു പക്ഷിയാണത്, ഒരുപാട് ബുദ്ധിയുള്ള പക്ഷി. ഭടന്മാർക്ക് സന്തോഷമായി കാക്കയെ കണ്ടിട്ട്. അവര് കാക്കയെ ഒന്നും ചെയ്തില്ല. പിന്നെ കാക്കയും ഭർത്താവും ആ മരത്തിൽ കുറെ കാലം നന്നായിട്ട് ജീവിച്ചു. മുട്ടകളൊക്കെ ഇട്ട് മക്കളൊക്കെ ആയി. ആ കാക്ക ആ രാജ്യം മുഴുവൻ വൃത്തിയായി സൂക്ഷിച്ചു. കൊച്ചുമക്കൾക്ക് കഥ ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താണ് നിങ്ങൾ പഠിക്കേണ്ട പാഠം? കാക്കയുടെ ബുദ്ധിയാണ് വലിയ ശക്തിമാനായ പാമ്പിനെ തോൽപ്പിച്ചത്. ബുദ്ധി വേണം. ബുദ്ധിയാണ് ശരിയായ ശക്തി. ശക്തി മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല, ബുദ്ധി പ്രയോഗിച്ചാൽ ഏതു വമ്പനും വീഴും. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചർമാ.